മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇത് രാവിലെ എണീച്ച് നമ്മൾ ഇറങ്ങി, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇന്ന് ഇവിടുന്ന് സുക്കു വാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഞാൻ നടന്നു പോകുന്നത്. രാവിലെ തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഉണ്ട് വിശ്വമ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് വേണം പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. കാര്യങ്ങൾ കറക്റ്റ് അറിയില്ല എന്താ അവസ്ഥ എന്നുള്ളത്. ഇങ്ങനെ ഫുൾ സെറ്റപ്പിൽ മാറ്റുണ്ട്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളിൽ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് നമുക്ക് ഷെയർ ടാക്സി കിട്ടാം അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഏകദേശം ഇവിടുന്ന് ഒരു 80 റുപ്യ ഷെയർ ടാക്സിക്ക് ഉള്ളത്. അപ്പം അത് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഇത് രാവിലത്തെ നമുക്ക് 2 കിലോമീറ്റർ നടക്കാനുണ്ടാവും. അങ്ങനെ നമ്മളിത് BOC എത്തിയിട്ടുണ്ട്. ഇതാണ് BOC. നമുക്ക് ഇവിടുന്ന് വേണം ഷെയർ ടാക്സി പിടിക്കാം. ഷെയർ ടാക്സി കിട്ടുമോ ഇല്ല എന്നൊന്നും അറിയില്ല, നോക്കി നോക്കട്ടെ എന്താ അവസ്ഥ. ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ചായക്കടയിൽ വന്നിട്ട് ഇതായിട്ട് ചായക്കട ഇത് വേണ്ട, ഒരു കട്ടൻ ചായ ഒട്ടുണ്ട്. എൻ്റെ അതും കുടിച്ചിട്ട് ആണോ ടാക്സി കിട്ടിയേട്ടോ. ടാക്സി കിട്ടിയിട്ട് നോക്കുമ്പോൾ ടാക്സിക്ക് അവന് 90 റുപ്യ വരണം. 90 റുപ്യ വരും, അല്ലെങ്കിൽ 600 റുപ്യ കൊടുത്തില്ലെങ്കിൽ പോവാന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ പിന്നെ ഷെയർ ചെയ്യുന്നതാണെങ്കിൽ 7 ആൾക്കാർ വേണം. ഞാൻ ഫസ്റ്റ് എത്തി, ആരെങ്കിലും വരുമെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാണിക്കാൻ അങ്ങനത്തെ കാര്യമില്ല. അങ്ങനെ വണ്ടി ആളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഒരു ബ്രോ അങ്ങോട്ടേക്ക് പോകുന്നതാണ് സുക്കുലേക്ക്. അപ്പം 6 ആൾക്കാരായി. എനിക്ക് ഈ വണ്ടിയിൽ നല്ല അടിച്ചു വിടണം. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്, വിശ്വമ. ഇതാണ് വിശ്വമ വില്ലേജ്. അപ്പോൾ ഇവിടുന്നാണ് ഇനി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ക്യാബ് വിളിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതേപോലെ തന്നെ ടാക്സി വിളിച്ചിട്ട് ഇതിൻ്റെ പകുതി വരെ പോകണം. പകുതി പിന്നെ അവിടുന്ന് നടന്നിട്ട് വരണം. ഇപ്പോൾ ഈ ടാക്സിക്ക് 1500 റുപ്യ വരുന്നത്. ജിപ്സി ഉണ്ട്, ഈക്കോ, അങ്ങനത്തെ ടാക്സികളിൽ അങ്ങോട്ടേക്ക് പോകും. 1500 റുപ്യ വരെ ചാർജ് ചെയ്യുന്നത്. ഒരു 9 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്തിട്ട് പോകാന്നുള്ള മൈൻഡിൽ ഞാനും ബ്രോവും കൂടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റെയിൻ കോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, വേ ടു സുക്കു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിട്ടായിരിക്കും പോകേണ്ടത്. ഇത് അത്യാവശ്യം ഉണ്ട്, എന്താ പറയുക, ഒരു 16 കിലോമീറ്റർ അങ്ങനെ എന്തോ ഉണ്ട് ഇവിടുന്ന് പോകുന്നതാണെങ്കിൽ. നമ്മളിവിടെ ഒരു സുക്കു എൻട്രി പോയിന്റ് പറഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടേക്കും കുറേ ചെക്കന്മാരുണ്ട്, കണ്ടിട്ട് മലയാളീസിനെ പോലെ ഉണ്ട്. 3000 റുപ്യ 10 ആൾക്ക്, അതും പിന്നെ 1500 റുപ്യ പിന്നെ വണ്ടീൻ്റെ, 130 റുപ്യ മറ്റേ ഇതിൻ്റെ അതിൻ്റെ ഒരു എൻട്രി ഫീസ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ചാർജ് ചെയ്യുന്നത്. ഈ വണ്ടിയിൽ നമ്മൾ പോകുന്നത് ഫുള്ള് എല്ലാ ആൾക്കാരും സെറ്റായിട്ട് ഈ വണ്ടിയിലാണ് പോകുന്നത്. ഓൻ ഗൈഡായി വേ. അപ്പോൾ ഇവരും നമ്മളെല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട്, സെറ്റപ്പ്. അതാ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പിടിച്ചിരുന്നോ നോക്കിയാ ഇതാ ഇങ്ങനെ പോകുന്ന നമ്മൾ ബാക്കിലെല്ലാം സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകണ്ട. ഇവിടുത്തെ വ്യൂ നോക്കിയാ മോനെ. ഇതാ തുടങ്ങിയിട്ടേ ഇനി കുറേ മുകളിലോട്ടേക്ക് എത്താനുണ്ട്. ഇങ്ങനെ പോകണം. കാട്ടിനെ അടുക്കൂട്ടി നമ്മൾ പോകുന്നത് ഒരു 8 കിലോമീറ്ററോളം ഉള്ള ഡ്രൈവ് ഉണ്ടാവും അങ്ങോട്ടേക്ക്. ഇവിടുന്നുള്ള കൊക്കാണ്ടോ കായലിലേക്കുള്ള കായൽ ഫുൾ കാഴ്ച. ഇവിടുന്ന് 20 നല്ല മഴയെല്ലാം വരുന്ന പോലെ ഉണ്ട്. ഉഷാറായിട്ട് പോകുന്നത് ഇവിടെ ഫുൾ പവറില്. നമ്മളെല്ലാവരും ഒരു ഗൈഡായിട്ട് നമ്മൾ 10 അംഗ സംഘം ഉഷാറായിരിക്കും. നമ്മളെ ഗൈഡും നമ്മൾ 10 ആൾക്കാർ, 11 ആൾക്കാരും ഡ്രൈവറാണ് ഈ വണ്ടിയിലൊക്കെ. ഇതൊക്കെ വ്യൂ കാണിച്ചത് കണ്ടില്ല, വ്യൂ കണ്ടില്ല, വ്യൂ ഒന്നും കാണാനില്ല, എല്ലാം മൂടിയിട്ടില്ല. സീൻ റൈഡ് ആയിട്ട് ഇത് ഭയങ്കര ഒരു അഡ്വഞ്ചറസ് സാധനങ്ങളാണ്.
ഫുള്ള് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവരെ ഡ്രോപ്പിംഗ് പോയിന്റ്. ഇത് നമ്മളെ ഗൈഡ്. അപ്പൊ ഇനി ഇവിടുന്ന് ഇങ്ങനെ ഏത് വഴിയാ നടക്കണ്ടെന്ന് അറിയില്ല. ഈ വഴിയായിരിക്കും. ഈ വഴി ഇങ്ങനെ നടന്ന് കയറണം കാട്ടിലോട്ട്. ഒരു 9 കിലോമീറ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ നമ്മളെ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഫുൾ ടീം ബാക്കിലുണ്ട്. പടിയെടുത്ത് ഫുൾ സെറ്റായിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. ഇനി പോകുന്ന വഴിയിൽ നല്ല പോയാൽ മതി. ഇപ്പൊ സമയം ഏകദേശം 11 മണി ആയിട്ടാണ്. 11 बजे हो गया ना? ഇനി സ്റ്റെപ്പിൻ്റെ കളിയാണ്. ഇനി പറഞ്ഞ വെച്ചെങ്കിൽ 1 മണിക്കൂർ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാവും. സ്റ്റെപ്പിൻ്റെ മുകളിലോട്ടാണ് ഇനി നടന്നു പോകണ്ടേ. അങ്ങനെ ഇവിടുത്തെ ട്രയൽസ് വരുന്നത്. ഇത് കഴിഞ്ഞതിന് പിന്നെ ഫ്ലാറ്റ് ആയിട്ടില്ല ട്രയൽസ് മൊത്തം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട കേട്ടാ സ്ലിപ്പായി പോകുന്ന ഒരു പേടിയുണ്ട്. നോക്കിയാ ഫുൾ കാടായി. അടിപൊളി. സ്റ്റെപ്പ് കയറി ഒരു ഇതായി. അയ്യോ ഇനിയും കുറേ സ്റ്റെപ്പ് വരാനുണ്ട്. കഷ്ടപ്പാടുണ്ട് കേട്ടോ. അയ്യോ തളർന്നു പോയി. നമ്മൾ വിട്ടുകൊടുക്കില്ല. ഏത് ഇങ്ങനെ പിടിച്ച് കയറണം. കയറി പോണം മോനെ. കുറച്ച് മുഷ്കിലാണ് കയറല്ലോ. ഒരു കാല് തെറ്റിക്കാനെങ്കിൽ 1 മിസ്റ്റേക്ക് യൂസ് ചെയ് ഗോഡ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ എല്ലാവരും നടന്ന് വന്നിട്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുള്ളത്. ഇതാണ് വ്യൂ പോയിന്റ്. നല്ല വ്യൂ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടു ഫുള്ള് കോടം കൂടിയിട്ട് വ്യൂ ഒന്നും ഇല്ല. ഫുൾ മറ്റേ ഇതായിട്ടുള്ള എന്നാ പറയണ്ടേ, മങ്ങിയിട്ടുള്ള. ഇവിടെ വേറൊരു ട്രെക്ക് ഉണ്ട്, മൗണ്ട് ടെമ്പു. അത് ഇങ്ങോട്ടേ കാണിക്കുന്ന ഒരു താഴത്തെ വഴി. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രീം വലിച്ചു പോകുന്നുണ്ട്. ഇവിടുന്ന് മുഖാലം കഴുകിയിട്ട് ഫ്രഷായി. മുഖം കഴുകുമ്പോൾ തന്നെ ഉന്മേഷം. ഇരുട്ടെന്നൊന്നും ചുക്കൂ. ഇനിയുള്ള ട്രയൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ട്രയൽസ് ആയിരിക്കും. വിഷയമില്ലാത്ത നിരപ്പായ ഇത്ര നേരം ഫുള്ള് നമ്മളെ ഇതേനു സ്റ്റെപ്പ് സീൻ സാധനം. ഇതാണ് ഇനി നമ്മളെ ട്രയൽസ്. ഇങ്ങനെയാണ് ഇനി നമ്മൾ ട്രയൽസ് ഉണ്ടാവും. ഇത് വിഷയമില്ലാത്ത സംഭവം. മറ്റേത് ഭയങ്കര സ്റ്റെപ്പായിട്ടില്ലേ, നടക്കാൻ തന്നെ പറ്റുന്നില്ല ബ്രോ. സീനം. ഇനിയിപ്പോൾ ഇതിനെ ശാന്തി മെല്ലെ പോവാം. ഇനി ഇവിടുന്ന് ഒരു 1.5-2 മണിക്കൂറോളമുള്ള നടത്തം. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തി സുഖു വാലി ട്രക്ക്. അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഞാൻ റോപ്പ് പിടിച്ചിട്ട് വേണം ഇനി ഇറങ്ങാൻ. ബട്ട് ഇത് സീനില്ല കേട്ടോ. ഈ നടത്താൻ വലിയ വിഷയമില്ല. മറ്റേ പ്ലെയിൻ ടെറൈനായതുകൊണ്ട് നമുക്ക് ക്ഷീണം അങ്ങനെ അറിയില്ല. മറ്റേ സ്റ്റെപ്പ് കുറച്ച് മുഷ്കിലാണ്. സ്റ്റെപ്പിലൂടെ നടന്നിട്ട് തളർന്നു പോയിട്ടെന്ന് വെച്ചാൽ അതുപോലെ സീനായി പോയി. ഇങ്ങനെ പോണം. ബാംബൂസിൻ്റെ സാധനങ്ങളിലെല്ലാം ഉള്ളിലൂട്ടാ ഇങ്ങനെ പൊന്നിഞ്ഞിട്ട് പോകണം. അതാണ് നടക്കും. ഫുള്ള് ചളിയാട്ടോ. എന്നാലാണ് നടപ്പെട്ടി ആക്കും. അയ്യോ അടാ, ഇതെല്ലാം നമ്മളൊപ്പരമുള്ള പിള്ളേരാ. എന്നിട്ട് ഇതാ നമ്മളിവിടെയുള്ള, അതായത് ഒരു മലയിൽ നിന്ന് ഇറങ്ങി മറ്റേ മലയിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു. ഇവിടുന്നല്ലോ ഉള്ള വ്യൂ കണ്ടോ. യോ സീൻ വ്യൂ ആ. ചളിയാണ് ഫുള്ള്. താഴെ മൊത്തം ചളിയായിട്ടുണ്ട്. ട്രൗസറിലും അതേപോലെ തന്നെ ഷൂസ്, ടീഷർട്ട്, മേലും മുഴുവൻ ചളിയായിട്ടല്ലേ. അത് നോക്കിയിട്ട് കാര്യമില്ല. വ്യൂ വേണ്ട വ്യൂ. ഇതാ നമ്മൾ വന്ന വഴി കണ്ടോ. ഇതിലൂട്ട് നമ്മൾ വന്ന. ഇനി പോകാനുള്ള വഴി കാണിച്ചു തരാം. ഇതിലൂട്ട് നമ്മൾ പോകുന്നുണ്ട്. യെസ്. ഏതാ മൂട്. ഇവിടെ നമ്മൾ വെള്ളമെല്ലാം ഇങ്ങനെ എടുത്ത് തണുത്ത കോൾഡ് വെള്ളമെല്ലാം എടുത്ത് നമ്മൾ വെള്ളമെല്ലാം ശേഖരിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനർജി ആയിരിക്കും. മലവെള്ളമായിരിക്കും, മലയിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഇതാണ് നമ്മളെ വാട്ടർ സോഴ്സ്. ട്രക്കിങ്ങിൽ നിന്ന് ഉണ്ടാകുന്ന വാട്ടർ സോഴ്സ് ഇത് സ്ട്രീമിൽ നിന്ന് വരുന്നത്. അപ്പം ഇതിലൂട്ടാണ് നമ്മൾ വരുന്നത്. ഇതിലൂട്ട് അങ്ങ് പോകണം. നമ്മളെ ഹോം സ്റ്റേ
എത്താനായി. ഹോം സ്റ്റേ അല്ല, ഒരു റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞതാ. അത് അവിടെ വരുന്നത്. ഇതാണ് നമ്മളെ റെസ്റ്റ് ഹൗസ്. നമ്മളിവിടെയല്ല, ഇനിയിലേ ഈ വഴിയിലൂട്ടാ ഇങ്ങനെ പോകണം. വാലിയെല്ലാം ഇപ്പം ക്ലിയർ ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ പോയിട്ട് നോക്കണം എന്താ അവസ്ഥ. ബിക്കോസ് നമുക്കത് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ക്ലിയർ ആവുമോ അല്ലെങ്കിൽ മറ്റേ ഫോഗി വരുമെന്നൊന്നും. ഇവിടെയെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വെതർ ചേഞ്ച് ആവുക. ഫുൾ ക്ലിയർ ആയിട്ടുണ്ടാവും, സെക്കൻഡ്സ് കൊണ്ടുണ്ടാവും ഫുള്ള് ഫോഗി ആയിട്ട്. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഉണ്ടാവും എല്ലാം ക്ലിയർ ആയി വരും, പിന്നെയും പെട്ടെന്നുണ്ടാവും ഫോഗിയാണ്. അതുകൊണ്ട് നമ്മളെ ഭാഗ്യം പോലെ ഉണ്ടാവും. ചിലപ്പം ക്ലിയർ ആവും, ചിലപ്പം ക്ലിയർ ആവില്ല. നേരത്തെ വ്യൂ പോയിൻ്റ് കണ്ടിട്ടില്ലേ, അതേപോലത്തെ അവസ്ഥയിലായിരിക്കും. അപ്പം ആ ഒരു മൈൻഡിൽ ആയിരിക്കണം ഇങ്ങോട്ടേക്ക് വരാൻ. ബിക്കോസ് നേച്ചർ ആരെയും കയ്യിലുള്ളതല്ല. നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ടും അല്ലെങ്കിൽ എന്താ പറയുക ഇത്ര എനർജി വേസ്റ്റ് ആക്കിയിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി എന്തെങ്കിലും കിട്ടും. കിട്ടിയ എന്താ പറയുക ചട്ടി മറ്റേ എന്നാൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, ആ ഒരു മൈൻഡിൽ വരണം എല്ലാവരും. ഇവിടെ നമുക്കൊരു ചെറിയൊരു ഭാഗം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടുത്തെ നല്ല ദൂരത്തിലുള്ള. അപ്പോൾ ഇതിനി അവിടെ എത്തിക്കാനേ നമുക്ക് കറക്റ്റ് കിട്ടും ഇതിൻ്റെ ശരിയായ മുഖം. എങ്ങനെയുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ? ഈ ട്രക്കിൽ തന്നെ നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ വ്യൂ ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനത്തെ സാധനങ്ങൾ മുഴുവനുള്ള. അപ്പോൾ നമ്മൾ ഈ മലേൻ്റെ പകുതിക്കിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് അതൊരു ക്ഷീണിതനായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവില്ല, കംപ്ലീറ്റ് റീഫ്രഷിങ്ങാണ്. അങ്ങനെ ഇതാ ഒടുവിലെ 2.5-3 മണിക്കൂർ ട്രക്കിങ്ങിന് ശേഷം നമ്മൾ മറ്റേ ഇവിടെ എത്തി, റെസ്റ്റ് ഹൗസിലേക്ക് എത്തി. ഓഹോ, ഇവിടെ കുറേ ഡെക്കാത്ലോൻ്റെ ടെൻ്റ് ഉണ്ട്. എല്ലാം 3% ഉണ്ടോ, പിന്നെ 2% ടെൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും കൃഷി പരിപാടികളുണ്ട്. പിന്നെ വ്യൂ നോക്കി, അയ്യോ ബബ്ലി പോലെ ഉണ്ട്. ഡയറി മിൽക്ക് പച്ച കളർ ബബ്ലി. ഇതാണ് ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ. അടിയും നല്ലൊരു സംഭവങ്ങളുണ്ട്. ഇത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ ഉണ്ടോ? വാലി ഫുൾ ക്ലിയറാണ് മൊത്തം അങ്ങനത്തോളം. എന്നിട്ട് നമ്മളിത് ഇവിടെ എത്തി, ബാഗെല്ലാം വെച്ച് ഫുള്ള് ശാന്തി ആയിട്ടുണ്ട് ഇരുന്നിട്ട്. ഇനി ഇവിടുന്ന് എല്ലാം വാലിയിലേക്ക് പോകാം, ജുക്കു വാലി. ഇതിലൂട്ടാണ് നമുക്ക് ഇനി ഇറങ്ങി പോകേണ്ടത്. മഴ വരുന്നുണ്ട്, ക്ലൗഡ് ആവുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം, കണ്ടാ ഫുൾ ക്ലൗഡി ആയി. കുറച്ച് നേരത്തെ വരെ ഭയങ്കര ക്ലിയർ ചെയ്യുന്നു. ഇനി ഇതന്നെ അവസ്ഥ, ചിലപ്പം ക്ലിയർ ആവും, ചിലപ്പം ക്ലൗഡ് ആവും, ചിലപ്പം ക്ലിയർ ആവും. ഇങ്ങനെ മാറി കളിക്കും. അപ്പം നമ്മൾ ശാന്തരായി ഇരിക്കണം, എന്നാലോ കിട്ടു പരിപാടി. അങ്ങനെ നമ്മളിതാ വാലിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വെള്ളമുണ്ട്, നീ പോക്കറ്റിൽ റെയിൻകോട്ടും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നടന്നു പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്നൊന്ന് എക്സ്പ്ലോർ ചെയ്ത് സമാധാനത്തിൽ റാംസ ഇരുന്ന് മൊത്തം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരണം എന്നുള്ള വണ്ടി വരുന്നുണ്ട്. ഞാനും എൻ്റെ കുറച്ച് ഹിന്ദി ഫ്രണ്ട്സും ഉണ്ട്, ഹിന്ദിക്കാർ മച്ചാമാറും ഞാനുമാണ് ഇപ്പം പോകുന്നത്. അപ്പം ബാക്കിയുള്ള ആൾക്കാർക്കും മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. നോക്കട്ടെ എന്താ അവസ്ഥ. ഇത് ഇപ്പൊ ഓക്കെയാണ്, പ്രശ്നമില്ല. മഴ പെയ്തെങ്കിലേ ഡും ടാണാന്നുള്ള സാധനമാവും. ഇവിടെ വന്നിട്ടില്ലേ, താഴെ ട്രക്ക് ചെയ്ത് വന്നിട്ട് ഫുള്ള് ഉണ്ടോ ചളിയായി. ഞാൻ കാണിച്ചതാ, ഇതെല്ലാം ഫുള്ള് ചളിയായി. ഡ്രസ്സിലും ഷോർട്സിലും അതേപോലെ തന്നെ എല്ലായിടത്തും ചളിയായി. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങോട്ടെല്ലാം വരുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മൈൻഡിലായിരിക്കണം എല്ലാവരും വരിക. അതായത് എല്ലാ ഷർട്ടും പാൻറ്റെല്ലാം ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉഷാറായിരിക്കും. പുതുക്കുവരയിലും വരുന്ന ആൾക്കാർ ചളി ഷുവറായിട്ടാവും, എന്തായാലും ചളിയാവും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ വരാം. ഇനിയിപ്പോൾ കുറച്ച് മറ്റേതുള്ള ആൾക്കാരാണെങ്കിലേ, വൃത്തിൻ്റെ അസുഖമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു എക്സ്ട്രാ ജോഡിയെല്ലാം എടുത്തു ആണെങ്കിൽ ട്രക്കിങ് വിടാനും ബാക്കിയുള്ള സമയത്ത് ഇടാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഒടുവിലെ കാത്തിരിപ്പിന് ശേഷം ഈ സ്ഥലത്തിലെത്തിയിരിക്കുകയാണെന്ന് വെച്ചാൽ പൊളി. എൻ്റെ രക്ഷയില്ല.
ഇത് കണ്ട, ഇതാണ് സാധനം. ഇതിനാണ് കഷ്ടപ്പെട്ട് വന്നത്. എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട് സാധനം? ഇതാണ് നമ്മുടെ സുക്കു വാലി ആണിത്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയെല്ലാം കുറച്ച് ഖറാബാണ്, എന്നാലും സീനില്ല. വടി എടുക്കാൻ മറന്നുപോയി. ഈ വടി എടുത്തിട്ട് കാര്യമില്ല. ഭയങ്കര ശാന്തി ഏരിയ. ഏതാ മൂട്? നമ്മൾക്ക് ഇനി അവിടെ പോകണം. അവിടെ പോയിട്ട് വേണം നമുക്ക്. അതാ മെയിൻ സ്പോട്ട് ഇവിടുത്തെ. നമുക്കിനി നമ്മൾ ഹോം സ്റ്റേ അല്ല, ഹോസ്റ്റൽ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ നടത്തം അങ്ങോട്ടേക്ക്. അപ്പം നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂർ നടന്ന് ഇത്രയും വേണ്ടി വരും. ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ, കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ മെയിൻ ഫ്ലവർ, സുക്കു ലില്ലി എന്ന് പറയാം. അപ്പോൾ അതുണ്ട്. അതിപ്പോൾ ഇങ്ങനെ പൂത്ത് തുടങ്ങുന്നുണ്ട്. ഇതാ അങ്ങനെ കുറച്ച് കാണുന്നില്ലേ? ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് ഇവിടെ മുഴുവൻ ഉണ്ടാവും. ഇവിടെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ട്. അങ്ങനെ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഫ്ലവേഴ്സ് ഉണ്ടാവും. അങ്ങനെ കാണാൻ വേറെ തന്നെ ഒരു ബ്യൂട്ടി ആയിരിക്കും. ഇതിപ്പോൾ ഈ ഒരു ഹില്ല് വരുന്നത്, ഈ ഒരു ഏരിയ വരുന്നത് നാഗാലാൻഡിൻ്റെയും മണിപ്പൂരിൻ്റെയും ബോർഡറിലാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഷെയർ ചെയ്തിട്ടാണുള്ളത്. നാഗാലാൻഡ് മണിപ്പൂർ ബോർഡറിലാണ് ഈ സുക്കു വാലി വരുന്നത്. ഇവിടെ കണ്ടില്ലേ? സ്ഥലം കണ്ടില്ലേ? അയ്യോ, ഇതണ്ട ഇവിടുന്നെല്ലാം വ്യൂ ഉണ്ടോ? താഴോട്ട് ഒരു സ്ട്രീം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ നമ്മളെ ഗൈഡിനെ കാണാ. ഇത് എന്ത് ഗൈഡാ ഇത്? ഗൈഡ് അങ്ങ് നടന്നങ്ങ് പോയി. നമ്മളാണ് ഇപ്പൊ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലും നമ്മളെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ ഗൈഡെല്ലാം ഇറങ്ങി നടക്കുന്നു. ഗൈഡിനൊന്നും ആവശ്യമേ ഇല്ല. ചങ്ങായി എൻജോയ് ചെയ്യാനായിട്ടും വന്നതാ. മൊണ്ണാവത്തെ നമ്മളെ വന്ന് 3000 റുപ്യ വാങ്ങി. 3000 റുപ്യ ചില്ലറ പൈസ ആണെങ്കിൽ സീനില്ലേ? 3000 റുപ്യയുമായിട്ട് വന്ന് നടക്കുന്നു. അവന്റെ പെരട്ടിക്കൊന്നും കൊടുക്കണ്ടേ? വേറെ ഒരു ഫ്ലവറിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇതേതാ ഫ്ലവർ എന്നുള്ളത്? അങ്ങനത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉള്ളിലുണ്ട്. നല്ല രസമുണ്ട്, വൃത്തിയുണ്ട്, അടിപൊളി ഫ്ലവർ. അങ്ങനത്തെ കുറേ ഉള്ളിലോട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് ഇങ്ങനെയല്ലേ, മൊത്തം പൂക്കളെ കൊണ്ടില്ലേ? പനിനീർ പൂക്കൾ എന്നുള്ള സീനായിരിക്കും. പൂമ്പും കാഴ്ചകളായിരിക്കും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് ഫ്ലവേഴ്സ് ആയിരിക്കും. ഇങ്ങനെ സ്റ്റാർട്ടായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അവിടെ തന്നെ കണ്ടില്ലേ, കുറച്ച് മഞ്ഞപ്പൂക്കൾ, കുറച്ച് സ്ഥലത്ത് വെള്ളപ്പൂക്കളുണ്ട്. അതേപോലെ തന്നെ ഇല്ല, അങ്ങോട്ട് നോക്കുക, ഫുള്ള് വെള്ളപ്പൂക്കളുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ മുഴുവൻ ഫ്ലവേഴ്സ് ഉണ്ടാവും. മുഴുവൻ ഫ്ലവേഴ്സ് ആയിട്ടായിരിക്കും ഈ വാലി മുഴുവൻ ഉണ്ടാകും. നല്ല കളർഫുള്ള്, നല്ല രസം ഉണ്ടാവും കാണാൻ. ഒരു രക്ഷയില്ലെന്നുണ്ടെങ്കിൽ നമ്പർ 1 ആയിട്ടുള്ള ഇടാ. മുകളിൽ പോണം, ആടെ പോണം, കുരിശിലുള്ള എടുക്കാം. നമ്മളെ മച്ചാനിരുന്നിട്ടുണ്ട് ആടാ. ചങ്ങായി ആടെ പോയി ഇരുന്നിട്ട് ഗൈഡ് പോലത്തെ ഒരു ഗൈഡിനെ നമുക്ക് കിട്ടി. ഒന്നും പറഞ്ഞിരുന്നില്ല, ആക്കി തരുന്നില്ല, എല്ലാം നമ്മളെ തന്നെ കണ്ടുപിടിക്കണം. ഇവിടെ ഇതാ ഒരു തോട് പോലത്തെ ഒരു സംഭവം കാണാനുണ്ട്. ശിവല നനികളിപ്പോ ഈ സ്ട്രീം നമ്മൾ മുകളിൽ നോക്കുമ്പോൾ കണ്ടു കേട്ടാ. അടിപൊളി സ്ട്രീം, ക്ലീനാട്ടോ, ക്ലീൻ ആൻഡ് ഇതായിട്ടുള്ളത്. പക്ഷെ ഇത് ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്ക് കടക്കാൻ എങ്ങനെയാണ് ഇങ്ങനെ നോക്കുന്നത്. തൂന്നാനി എന്തായാലും 1 2 3 4 5 6 7 8 9 ചെറുങ്ങനെ നന്നിട്ടില്ല കേട്ടോ. വെലിങ്ങനൊന്നും നന്നിട്ടില്ല. മച്ചാമാരെല്ലോ ചെരുപ്പിട്ടോണ്ട് സീനില്ല, കയ്യിൽ പിടിച്ചിട്ടാ വരുന്നത്. ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ, കണ്ടിട്ട്. ഇവിടെ കേവ്, ഇത് സംഭവം കേവ്. ഇതാ അമ്പലം പോലത്തെ സെറ്റപ്പ് ആയിരുന്നു തോന്നുന്നു. മൊത്തം പാറ ഇതായിട്ടുള്ള ഇതാണില്ലേ. ഇവിടെ ഫുള്ള് ബാമ്പൂവിൻ്റെ ഇതല്ലേ, ചെറിയ സാധനം. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോകണ്ടേ. ഇവിടുത്തെ ഇങ്ങനെ പോയിട്ട് ഓ മാൻ സീന്. നമ്മളെ ഷൂ എല്ലാം ഫുള്ള് വെള്ളം തന്നെ, അല്ല ചളിയായി. അതിനൊന്ന് നനയും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ. സീനാണല്ലോ. അങ്ങനെ ഒരു സ്ട്രീം കഴിഞ്ഞ് രണ്ടാമത്തെ സ്ട്രീമും ക്രോസ് ചെയ്ത്, എന്നാലും ഈ കാൽമേലുള്ള ചളിയെല്ലാം മുഴുവൻ പോയി, വെള്ളം തന്നിട്ട്. ഇവിടെ ഒരു സാധനമുണ്ട്, ഇത് നമ്മൾക്കൊന്ന് തുള്ളിക്കിടക്കണം. ഇതാ നമ്മൾ ഈ കുരിശിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ നോക്കിയാ, എൻ്റെ മോനെ കംപ്ലീറ്റ് വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പാമ്പ് പോകുന്ന പോലെ ഉണ്ടോ? അതെന്താ സംഭവം എന്നറിയോ? സ്ട്രീം ഒഴുകി വരുന്നത്, അത് ഈ റൂട്ട് പോകും. വെള്ളം ആരും ഇല്ല ഇവിടെ. നമ്മളൊരു 10 ആൾക്കാരും വേറെ നമ്മളെപ്പോഴുള്ള ബാക്കി ഫ്രണ്ട്സ് വരുന്നുണ്ട്. നമ്മളൊരു 10 ആൾക്കാരും പിന്നെ ഒരു ഗ്രൂപ്പിൽ 6 ആൾക്കാരും, അങ്ങനെ
16 ആൾക്കാരേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് മൊത്തം കാലിയാണ്. ആ ഒരു സൈലൻസ് നമുക്ക് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ മോനെ ഏതാ സ്ഥലം പൂമ്പും എന്ത് സൺസെറ്റ് കിട്ടൂലെന്ന് ചോദിച്ചാൽ നല്ലൊരു ലൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മളെ ഈ ഒരു വ്യൂ പോയിൻ്റ് കൊടുത്ത സ്ഥലത്തുനിന്ന് നല്ലൊരു